50 IELTSൻ്റെ വൊക്കാബുലറി പഠിച്ചാലോ? പല സ്റ്റുഡൻസും പറയുന്നത് സർ എസ് എഴുതുമ്പോൾ IELTSൻ്റെ എസ് എഴുതുമ്പോൾ ഐ ആം നോട്ട് ഏബിൾ ടു ഗെറ്റ് ഇനഫ് ഓഫ് വൊക്കാബുലറീസ് ആൻഡ് ഐ എം സ്ട്രഗ്ലിംഗ് വിത്ത് ദാറ്റ്, ഐ എം നോട്ട് ഏബിൾ ടു പുട്ട് അപ്പ് ഇൻ ദ റൈറ്റ് വേ. അങ്ങനത്തെ സ്റ്റുഡൻസിന് ഇത് പ്രത്യേകം ഈ വീഡിയോ ഉപകാരപ്പെടും. ഐ ആം ഗോയിങ് ടു ടെൽ യു ദ ഡിഫറെൻറ്റ് സിനാരിയോസ് ദാറ്റ് ഇറ്റ് വിൽ ബി ഇംപ്ലിമെൻറ്റഡ്. കുറച്ചധികം നേരമുണ്ട്, ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് യുവർ പെൻ ആൻഡ് പേപ്പർ and make sure that you focus on each and every word and its usages. It will definitely be helpful to you. Okay, so ചിലപ്പോൾ പെട്ടെന്ന് നമ്മളൊന്ന് ഫാസ്റ്റ് ആയിട്ട് പോകും ബിക്കോസ് വി ആർ കവറിങ് മോർ ദാൻ ഇനഫ് വേർഡ്സ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വേർഡാണ് വൈ ഇറ്റ് മാറ്റേഴ്സ്. ബിക്കോസ് പല ക്വസ്റ്റ്യൻസും പല സെക്ഷൻസിലും വരുമ്പോൾ യു ആർ നോട്ട് ഏബിൾ ടു ഡിഫൈൻ വെൽ. സോ മോസ്റ്റ് കോമൺ വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് ബട്ട് ഓവർ യൂസിങ് ഇറ്റ് മേക്സ് സൗണ്ട്സ് ബേസിക് ആൻഡ് റിപ്പിറ്റേറ്റീവ്. പല എസ്സേയിലും നമ്മൾ ഒരേ വേർഡ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സേ ഫോർ എക്സാമ്പിൾ മെനി പീപ്പിൾ ബിലീവ് ദാറ്റ് ഗവൺമെൻറ് ഷുഡ് ബി സോൾലി റെസ്പോൺസിബിൾ. അപ്പോൾ മെനി ഇൻഡിവിജ്വൽസ് ബിലീവ് ദാറ്റ് ഗവൺമെൻറ് ഷുഡ് ബി സോൾലി റെസ്പോൺസിബിൾ. ഇവിടെ നോക്കിയാൽ അറിയാം എക്സാമ്പിൾ മെനി പീപ്പിൾ ബിലീവ് ദാറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ എസ്സേയിൽ പീപ്പിൾ 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 എന്നാണ്, അതിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യാം? ഇൻഡിവിജ്വൽസ് ഉപയോഗിക്കാം. ഇവിടെ നോക്കിയേ ദ പബ്ലിക് ഓഫൺ ബിലീവ്സ് ദാറ്റ് ഗവൺമെൻറ് ഷുഡ് ബി സോൾലി റെസ്പോൺസിബിൾ. കളക്റ്റീവ് അപ്രോച്ചാണ്. അപ്പോൾ ഇതുപോലത്തെ അപ്രോച്ച് നമുക്ക് ഉപയോഗിക്കാം. സോ ദെൻ ഇമ്പോർട്ടൻ്റ് എന്ന വേർഡ് ഭയങ്കരമായിട്ട് നമ്മൾ എസ്സേകളിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. നമുക്ക് അതും കൂടി അവോയ്ഡ് ചെയ്യാനുള്ള രീതി നോക്കാം. ഓഫൺ ഓവർ യൂസ്ഡ് ഇൻ എസ്സേസ്, ഇറ്റ് ഈസ് വെരി കോമൺ. ഓക്കെ, അതിൻ്റെ സ്ഥാനത്ത് ക്രൂഷ്യൽ എന്ന വാക്ക് ഉപയോഗിക്കാം. ക്രൂഷ്യൽ എന്ന് പറയുമ്പോൾ it is crucial for young people to learn a second language, implies decisive for future success. ഇത് ക്രൂഷ്യൽ എന്ന് പറയുമ്പോൾ ഡിസൈസീവ് ആണ്, ഡിസിഷൻ എന്നെ ഫോക്കസ് ചെയ്തിട്ടാണ്, അതുകൊണ്ടാണ് ക്രൂഷ്യൽ എന്ന വാക്ക് ഉപയോഗിച്ചേക്കുന്നത്. വൈറ്റൽ, ഇറ്റ് ഇസ് വൈറ്റൽ ഫോർ യങ് പീപ്പിൾ ടു ലേൺ എ സെക്കൻഡ് ലാംഗ്വേജ് സച്ച് എസ് നെസസറി ഫോർ ലൈഫ് ഓർ സക്സസ്. അപ്പോൾ ഇവിടെ ഡിസൈസീവ് ആണ്, ഡിസിഷനെ ബാധിക്കുന്നതാണ്. വൈറ്റൽ എന്ന് പറയുമ്പോൾ നെസസറി ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് എന്ന വേർഡ് നമ്മൾ വീണ്ടും പല പ്രാവശ്യം ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വൈറ്റൽ അല്ലെങ്കിൽ ക്രൂഷ്യൽ ആ ആസ്പെക്റ്റ് ഒന്ന് മനസ്സിലാക്കി നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്തത് ഗുഡ്, ബി മോർ സ്പെസിഫിക്. ടു വേഗ് ഫോർ അക്കാഡമിക്, ബീങ് മോർ സ്പെസിഫിക് ലീഡ്സ് ടു ഹയർ ബാൻഡ് സ്കോർ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് വേർഡ്സ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ബാൻഡ് സ്കോർ, റൈറ്റിങ്ങിൽ ബാൻഡ് സ്കോർ കൂടാൻ ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. ഒറിജിനൽ സ്പെൻഡിങ് ടൈം ഇൻ നേച്ചർ ഹാസ് എ ഗുഡ് എഫക്റ്റ് ഓൺ മെൻറ്റൽ ഹെൽത്ത്. അപ്പോൾ ഈ സ്പെൻഡിങ് ടൈം ഇൻ നേച്ചർ ഹാസ് എ ഗുഡ് എഫക്റ്റ് ഓൺ ഗുഡ്. എപ്പോഴും നമ്മൾ ആ വേർഡ് ഗുഡ് എന്നാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യാം? ബെനിഫിഷ്യൽ ഉപയോഗിക്കാം. സ്പെൻഡിങ് ടൈം ഇൻ നേച്ചർ ഹാസ് എ ബെനിഫിഷ്യൽ ഇഫക്റ്റ് ഓൺ മെൻറ്റൽ ഹെൽത്ത്. ക്ലിയർലി സ്റ്റേറ്റ്സ് ഇറ്റ് പ്രൊവൈഡ്സ് ആൻ അഡ്വാൻറ്റേജ് ആണെന്ന് കൃത്യമായി മനസ്സിലാക്കി തരുന്നു. ഇനി ഇവിടെ നോക്കാം, പോസിറ്റീവ്. സ്പെൻഡിങ് ടൈം ഇൻ നേച്ചർ ഹാസ് എ പോസിറ്റീവ് ഇഫക്റ്റ് ഓൺ മെൻറ്റൽ ഹെൽത്ത്. പല സ്റ്റുഡൻസും പറയുന്നത് സർ ഈ വേർഡിന് പകരം ഇങ്ങനെ വേർഡ് ഉണ്ടോ? ഇതൊക്കെ സിമ്പിൾ വേർഡ്സ് ആണ്, പക്ഷെ നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഡയറക്റ്റ് ആൻഡ് അക്കാഡമിക് സൗണ്ടിങ്, ഭയങ്കര ഡയറക്റ്റ് അപ്രോച്ചാണ്, അക്കാഡമിക് സൗണ്ടിങ് ആണ്, ഫോർമൽ അപ്രോച്ചാണ്. അപ്പോൾ അങ്ങനത്തെ വാക്കുകൾ ഈ IELTS എസ്സേസിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ യു ആർ ഡെഫിനറ്റ്ലി ഗോണ ഹാവ് എ ഗുഡ് സ്കോർ. അപ്പോൾ ഇനി അടുത്ത് നോക്കാം, ഡെവലപ്പ് ഷോസ് പ്രോഗ്രസ്, അല്ലേ? എക്സാമ്പിൾ നോക്കാം, കൺട്രീസ് നീഡ് ടു ഡെവലപ്പ് മോർ സസ്റ്റൈനബിൾ സോഴ്സസ് ഓഫ് എനർജി. അതിൻ്റെ സ്ഥാനത്ത് കൾട്ടിവേറ്റ് എന്ന് എഴുതാം. കൺട്രീസ് നീഡ് ടു കൾട്ടിവേറ്റ് മോർ സസ്റ്റൈനബിൾ സോഴ്സ് ഓഫ് എനർജി സജസ്റ്റ് ഗ്രാജുവൽ കെയർഫുൾ ഡെവലപ്മെൻറ്റ്. ഇവിടെ നോക്കൂ, ഗ്രാജുവൽ ആൻഡ് കെയർഫുൾ ഡെവലപ്മെൻറ്റ്, പെട്ടെന്നുള്ളൊരു ഡെവലപ്മെൻ്റ് അല്ല, ബട്ട് ഇറ്റ്സ് എ ഗ്രാജുവൽ ആൻഡ് കെയർഫുൾ ഡെവലപ്മെൻറ്റ്. രണ്ടാമത്തെ ഫോസ്റ്റർ, കൺട്രീസ് നീഡ്സ് ടു ഫോസ്റ്റർ മോർ സസ്റ്റൈനബിൾ സോഴ്സ് ഓഫ് എനർജി, ഇംപ്ലൈസ് എൻകറേജിങ് സംതിങ് ടു ഗ്രോ. ഈ ഒരു എൻകറേജ്മെൻ്റ് ആണ്, എന്തെങ്കിലും വളർത്താൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യാൻ ഉള്ളൊരു സഹായം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഫോസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഡെവലപ്പ് എന്ന് മാത്രമുള്ള വേർഡ് ഉപയോഗിക്കാതെ നമുക്ക് ഈ കൾട്ടിവേറ്റ് അല്ലെങ്കിൽ ഫോസ്റ്റർ ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്ത് നോക്കാം, ഇൻക്രീസ് എന്ന വാക്ക്. എസെൻഷ്യൽ ഫോർ ടാസ്ക് 1. ഇത് ടാസ്ക് 1 ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ഇതാണ്, ഡിസ്ക്രൈബിങ് ഡേറ്റ അങ്ങനത്തെ കാര്യങ്ങൾക്ക്. ടാസ്ക് 2 ഡിസ്കസിങ് പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ് ഷോസ് ചേഞ്ച് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് എഫക്റ്റീവ്ലി. ദ സെൻറ്റൻസ് ആയിട്ട് നമുക്ക് നോക്കാം, അപ്പോൾ കുറച്ചും കൂടി വ്യക്തമാക്കാം. ദ ഗവൺമെൻറ് പ്ലാൻസ് ടു ഇൻക്രീസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പബ്ലിക് ട്രാൻസ്പോർട്ട്. അതിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം? ബൂസ്റ്റ് എന്ന വേർഡ് ഉപയോഗിക്കാം. ദ ഗവൺമെൻറ് പ്ലാൻസ് ടു ബൂസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം. അപ്പോൾ സ്ട്രോങ്ങർ, മോർ ഡൈനാമിക്. ഡൈനാമിക് എന്താ? വെർസറ്റൈലാണ്, പല രീതിയിലും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ബൂസ്റ്റ് എന്ന വാക്ക് നമ്മൾ
ബൂസ്റ്റ് കുടിച്ചിട്ടുണ്ടാവും. ബട്ട് ഈ വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇറ്റ് ഇസ് സ്ട്രോങ്ങർ, ഭയങ്കര ഫൗണ്ടേഷൻ ഉള്ളതാണ്. ഇറ്റ് ഇസ് മോർ ഡൈനാമിക് എന്ന് വെച്ചാൽ എന്താ? ഡൈനാമിക് ആസ്പെക്ട് എന്ന് പറയുമ്പോൾ അത് ഇറ്റ് ഇസ് വേഴ്സറ്റൈൽ, പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഇനി റേസ്, ദ ഗവൺമെൻറ് പ്ലാൻസ് ടു റേസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം, ഇൻഡിക്കേറ്റ് സ്റ്റാർട്ടിങ് എ ന്യൂ ഇനിഷ്യേറ്റീവ്. ഇത് നോക്കൂ, രണ്ട് വേർഡിലും രണ്ട് രീതിയിലെ മീനിങ്സ് ആണ്. രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കരുതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കി പോവുക. ഇൻഡിക്കേറ്റ് സ്റ്റാർട്ടിങ് എ ന്യൂ ഇനിഷ്യേറ്റീവ്, ഒരു തുടക്കം, ഒരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇൻക്രീസ്, ഡൈനാമിക് ഗ്രോത്ത് എന്ന വാക്കിനാണ് ഉപയോഗിക്കുന്നത്. ഇൻക്രീസ് ഇത് ടാസ്ക് 1 ഉപയോഗിക്കുന്നുണ്ട്, ടാസ്ക് 2 ഉപയോഗിക്കുന്നുണ്ട്. കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അടുത്തതാണ് ഗവൺമെൻറ്. ഗവൺമെൻറ് ചില സമയത്ത് എസ്സേസ് ഒക്കെ വായിക്കുമ്പോൾ മടുപ്പ് തോന്നാറുണ്ട്. പീപ്പിളും ഗവൺമെൻറ്റും ഇതൊക്കെ വാക്ക് കേട്ടിട്ട് നമുക്ക് അതിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യാം? ഇവിടെ നോക്കൂ, കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഗവൺമെൻറ് വെച്ചാൽ കീ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. മെയിൻ ഡിസിഷൻ ചെയ്യുന്ന ഒരാളാണ്. പല കൺട്രീസിലെയും പല സ്റ്റേറ്റ്സിലെയും ആൾക്കാർ മെയിൻ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് അല്ലേ? അവരാണ് ഡിസിഷൻ എടുക്കുന്നത്. ഇങ്ങനത്തെ ടോപ്പിക്കുകൾ കൂടുതൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എൻവയൺമെൻറ്റ് അല്ലെങ്കിൽ ഹെൽത്ത് പോളിസി ഡിസ്കഷന് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് വരുമ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ആ ഒരു ഒറിജിനൽ ആസ്പെക്റ്റ് ഒരു സെൻറ്റൻസ് നോക്കാം. ദ ഗവൺമെൻറ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ക്രിയേറ്റിംഗ് പോളിസീസ്. അതിന് സ്ഥാനത്ത് ദ അതോറിറ്റീസ് ആർ റെസ്പോൺസിബിൾ ഫോർ ക്രിയേറ്റിംഗ് പോളിസീസ്. ജനറൽ ടേം ഫോർ പീപ്പിൾ ഇൻ പവർ, അതോറിറ്റീസ്. ഗവൺമെൻറ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഇൻസ്റ്റെഡ് അതോറിറ്റി. അത് ചെറിയ ലെവലിലേ ആവാം, വലിയ ലെവലിലേ ആവാം. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇവിടെ നിന്ന് സ്റ്റേറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ക്രിയേറ്റിംഗ് പോളിസീസ്. സ്റ്റേറ്റ് അതും അതോറിറ്റിയുടെ ഒരു ഭാഗമാണ്. റിഫേഴ്സ് ടു ഗവർണിംഗ് ബോഡി ഓഫ് എ നേഷൻ. ദ സ്റ്റേറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ക്രിയേറ്റിംഗ് പോളിസീസ്. അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു അവസ്ഥേനെയും പറയാം, ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അതോറിറ്റീനെ പറയാം, ഗവൺമെൻറ്റിനെ പറയാം. ശ്രദ്ധിക്കണേ, മറക്കരുത്. ഓക്കെ. ഇനി സൊസൈറ്റി, കമ്മ്യൂണിറ്റി കണക്ഷൻസ്. വൈ ഇറ്റ് ഇസ് സെൻട്രൽ. മോഡേൺ ടെക്നോളജി ഹാസ് ഹാഡ് എ പ്രൊഫൗണ്ട് ഇമ്പാക്ട് ഓൺ സൊസൈറ്റി. ഇവിടെ ഓൺ സൊസൈറ്റി, ഇതും വളരെ അധികം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പല പ്രാവശ്യവും റിപ്പിറ്റേറ്റീവ് നേച്ചറിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ചൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്കിത് പഠിപ്പിച്ചു തരുന്നത്. ശ്രദ്ധിക്കണേ. യു ക്യാൻ ചേഞ്ച് വൺ വേർഡ് ടു മൾട്ടിപ്പിൾ വേർഡ്സ്. അപ്പോൾ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ജനറൽ പോപ്പുലസ്, ഈ ഒരു വേർഡ് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. കമ്മ്യൂണിറ്റി, മോഡേൺ ടെക്നോളജി ഹാസ് ഹാഡ് എ പ്രൊഫൗണ്ട് ഇമ്പാക്ട് ഓൺ ദ കമ്മ്യൂണിറ്റി. സൊസൈറ്റിയുടെ സ്ഥാനത്ത് കമ്മ്യൂണിറ്റി. ക്യാൻ റെഫർ ടു സൊസൈറ്റി ജനറലി ഓർ ലോക്കൽ ഗ്രൂപ്പ്സ്. ലോക്കൽ ഗ്രൂപ്പോ അല്ലെങ്കിൽ സൊസൈറ്റീനെ ഫോക്കസ് ചെയ്തിട്ടുള്ള വേർഡാണ്. ജനറൽ പോപ്പുലസ്, മോഡേൺ ടെക്നോളജി ഹാസ് ഹാഡ് എ പ്രൊഫൗണ്ട് ഇമ്പാക്ട് ഓൺ ദ ജനറൽ പോപ്പുലസ്. പ്രൊഫൗണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര ആഴമായ എഫക്റ്റ്, പ്രൊഫൗണ്ട് ഇമ്പാക്ട്. ഇത് കൃത്യമായി നിങ്ങൾക്ക് ഈ വേർഡും ഉപയോഗിക്കാൻ പറ്റും. ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കാൻ. ഓക്കെ. നെക്സ്റ്റ്, ടെക്നോളജി, ഇന്നോവേഷൻ, സ്പെക്ട്രം. സ്പെക്ട്രം എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഫേസ്, ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ഇമ്പാക്ട്സ് ഓർ ഫേസസ് ഓഫ് എ പെർട്ടിക്കുലർ തിങ്. ഫേസസ്, അതിൻ്റെ പല അവസ്ഥകളെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇന്നോവേഷൻ സ്പെക്ട്രം. ഓക്കെ. ഇവിടെ നോക്കൂ, വെരി ഫ്രീക്വൻറ്റ് IELTS ടോപ്പിക്, വേരിഡ് വൊക്കാബുലറി ഗിവ്സ് ഹ്യൂജ് അഡ്വാൻറ്റേജ് ഡെമോൺസ്ട്രേറ്റിംഗ് ലാംഗ്വേജ് റേഞ്ച് ആൻഡ് പ്രിസിഷൻ. ടെക്നോളജി പല പ്രാവശ്യവും പല സ്റ്റുഡൻസും ഉപയോഗിക്കുന്ന വാക്കുകളാണ്. പലപ്പോഴും പല സ്റ്റുഡൻസിനും മിസ്റ്റേക്ക് വരുന്നതാണ്. എന്താ വെച്ചാൽ ഇറ്റ് ഗെറ്റ്സ് റിപ്പീറ്റേറ്റീവ് ഇൻ നേച്ചർ ആൻഡ് യു ലൂസ് യുവർ പ്രഷ്യസ് സ്കോർ. സോ അതിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യാം? ഇന്നോവേഷൻ ഉപയോഗിക്കാം. ഇന്നോവേഷൻ, ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ഇന്നോവേഷൻ ഹാസ് ട്രാൻസ്ഫോംഡ് ദ വേ വി വർക്ക്, ഫോക്കസസ് ഓൺ ന്യൂ ഐഡിയാസ് ആൻഡ് ഇൻവെൻഷൻ. ഇന്നോവേഷൻ എന്ന് വെച്ചാൽ പുതിയ ഐഡിയാസ് കൊണ്ടുവരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഇൻവെൻഷൻസിനെ പറയുന്നത്. ഡിജിറ്റൽ ടൂൾസ്, ടെക്നോളജീനെ ഡിജിറ്റൽ ടൂൾസ് എന്ന് പറഞ്ഞു. ഡിജിറ്റൽ ടൂൾസ് ഹാവ് ട്രാൻസ്ഫോംഡ് ദ വേ വി വർക്ക് ആൻഡ് കമ്മ്യൂണിക്കേറ്റ്. മോർ സ്പെസിഫിക് ഫോർ കമ്പ്യൂട്ടേഴ്സ്, ഇൻ്റർനെറ്റ് ആൻഡ് AI. സ്പെസിഫിക്കലി ഇൻ്റർനെറ്റ്, AI അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടൂൾസിനെ ഉദ്ദേശിച്ചിട്ടാണ് ഡിജിറ്റൽ ടൂൾസ് എന്ന് പറഞ്ഞേക്കുന്നത്. ഇനി ഇവിടെ നോക്കാം, എൻവയൺമെൻറ്റ്, നാച്ചുറൽ വേൾഡ് എൻവയൺമെൻറ്റ് ഉദ്ദേശിക്കുന്നത്. ക്ലാസിക് IELTS ടോപ്പിക്കിൽ പലപ്പോഴും നമുക്ക് കാണപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് എൻവയൺമെൻറ്റ്. നിങ്ങളൊക്കെ IELTS പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ടോപ്പിക്ക് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വാക്കാണ് എൻവയൺമെൻറ്റ് എന്ന്. കവേഴ്സ് നാച്ചുറൽ നേച്ചർ, പൊല്യൂഷൻ, ഗ്ലോബൽ വാർമിംഗ്, കൺസർവേഷൻ, ഇങ്ങനത്തെ ടോപ്പിക്കുകളിലാണ് കൂടുതലും ഈ ഒരു നമ്മൾ എൻവയൺമെൻറ്റ് കാണുന്നത്. ഒറിജിനൽ സെൻറ്റൻസ് നോക്കാം. പ്രൊട്ടക്റ്റിംഗ് ദ എൻവയൺമെൻറ്റ് ഇസ് എ ചാലഞ്ച് ദാറ്റ് റിക്വയർസ് ഗ്ലോബൽ കോപ്പറേഷൻ. അത് തന്നെ
Protecting the natural world is a challenge that requires global cooperation. Protecting our ecosystem is a challenge that requires global cooperation. അപ്പോൾ ആദ്യത്തെ ഇതിൽ നമ്മൾ നോർമലായിട്ട് എൻവയൺമെൻറ്റിനെ നാച്ചുറൽ വേൾഡ് എന്നായിട്ട് പറഞ്ഞു. രണ്ടാമത്തേൽ നമ്മൾ സയൻറ്റിഫിക് ടേം ഫോർ കോംപ്ലെക്സ് നെറ്റ്വർക്ക് ഓർ ഓഫ് ലിവിങ് ഓർഗാനിസം, പ്ലാനറ്റ്. Protecting the planet is a challenge that requires global cooperation. Emphasizes global scale. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പ്ലാനറ്റ് എന്ന് പറയാം എൻവയൺമെൻറ്റ് സ്ഥാനത്ത്, ഇക്കോസിസ്റ്റം എന്ന് പറയാം, നാച്ചുറൽ വേൾഡ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തതാണ് ചിൽഡ്രൻ. ഇനി പല സ്റ്റുഡൻസും ഇതിനെ പ്ലൂറൽ ഫോം ചിൽഡ്രനെ ചിൽഡ്രൻസ് ആക്കും. ചെയ്യരുത്, ചിൽഡ്രൻ ഓൾറെഡി പ്ലൂറലാണ്, മനസ്സിലാക്കണം. അപ്പോൾ അതിനെ നമ്മൾ എന്താ പറയുക, സെഗ്രിഗേറ്റ് ചെയ്താൽ, പ്രായമനുസരിച്ച് നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റിയാൽ യങ്സ്റ്റേഴ്സ് എന്ന് പറയാം, മൈനേഴ്സ് എന്ന് പറയാം, യൂത്ത് അല്ലെങ്കിൽ യങ് പീപ്പിൾ എന്ന് പറയാം. സെൻറ്റൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ ബേസ് സെൻറ്റൻസ് നമുക്ക് ശ്രദ്ധിക്കാം. ഇറ്റ് ഇസ് വൈറ്റൽ ദാറ്റ് ചിൽഡ്രൻ ആർ ടോട്ട് അബൌട്ട് ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ്. രണ്ടാമത്തേൽ ഇറ്റ് ഇസ് വൈറ്റൽ ദാറ്റ് യങ്സ്റ്റേഴ്സ് ആർ ടോട്ട് അബൌട്ട് ഹെൽത്തി ഈറ്റിംഗ്, സ്ലൈറ്റ് ലെസ് ഫോർമൽ, ആക്സെപ്റ്റബിൾ സ്പീക്കിംഗ് ആൻഡ് ടാസ്ക് 1. അപ്പോൾ യങ്സ്റ്റേഴ്സ് എന്ന വാക്ക് ടാസ്ക് 1ലോ സ്പീക്കിങ്ങിലോ നമുക്ക് ഉപയോഗിക്കാം, ടാസ്ക് 2ലോ ഉപയോഗിക്കരുത്. ഇനി രണ്ടാമത്തെ മൈനസ്, ഇറ്റ് ഇസ് വൈറ്റൽ ദാറ്റ് മൈനസ് ആർ ടോട്ട് അബൌട്ട് ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ്. ലീഗൽ ടേം ആണ്, കുറച്ചും കൂടി ലീഗാലിറ്റി കൺവേ ചെയ്തിട്ട് കുറച്ചും കൂടി ഫോർമൽ ആസ്പെക്റ്റ് ആണ്. ഇനി മൂന്നാമത്തെ യൂത്ത് ഓർ യങ് പീപ്പിൾ, ഇറ്റ് ഇസ് വൈറ്റൽ ദാറ്റ് ദ യൂത്ത് ആർ ടോട്ട് അബൌട്ട് ദ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ്, റെഫേഴ്സ് ടു ഹോൾ ഗ്രൂപ്പ് ഓഫ് എനി ഏജ്. അപ്പോൾ ഈ വേർഡ്സ് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ടീനേജേഴ്സ് ഓർ അഡോളസൻസ് 13 തൊട്ട് 17 വയസ്സ് വരെ, ഇൻഫൻസ് ഫസ്റ്റ് ഇയർ ഓഫ് ലൈഫ്, ടോഡ്ലേഴ്സ് ആണെങ്കിൽ 2-3 വയസ്സിലെ പ്രായമുള്ള കുട്ടികൾക്കാണ്. യൂസ് ദ റോങ് ഏജ് സ്പെസിഫിക് ടേം ക്യാൻ ലോവർ യുവർ സ്കോർ. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ വേർഡ്സ് ഏത് സ്പെസിഫിക് ടേമിനോ അല്ലെങ്കിൽ യൂസേജിനാണോ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ടേംസ് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കോർ കുറയാൻ സാധ്യതയുണ്ട്. ഫോക്കസ് ഓൺ ദിസ്. ഇനി സ്റ്റുഡൻസ്, ഇനി ഈ ഒരു ടേം നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ടേമാണ്. എസെൻഷ്യൽ ഫോർ എഡ്യൂക്കേഷൻ എസ്സേസ്, പ്രൈമറി ടു യൂണിവേഴ്സിറ്റി ലെവൽ, ഷോസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡിഫറെൻറ്റ് ലെവൽ കോണ്ടെക്സ്റ്റ്. യൂണിവേഴ്സിറ്റി ഷുഡ് പ്രൊവൈഡ് മോർ മെൻറ്റൽ ഹെൽത്ത് സപ്പോർട്ട് ഫോർ സ്റ്റുഡൻസ്. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് നമുക്ക് ലേണേഴ്സ് എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പ്യൂപ്പിൾസ് എന്ന് ഉപയോഗിക്കാം. പ്യൂപ്പിൾ, PUPILS, ഓക്കെ, അല്ലെങ്കിൽ സ്കോളേഴ്സ് എന്ന് ഉപയോഗിക്കാം. സെൻറ്റൻസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. യൂണിവേഴ്സിറ്റി ഷുഡ് പ്രൊവൈഡ് മോർ മെൻറ്റൽ ഹെൽത്ത് സപ്പോർട്ട് ഫോർ ദ ലേണേഴ്സ്. ഇത് ബ്രോഡർ ടേം ആണ്, എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നതാണ്, നോട്ട് ജസ്റ്റ് സ്റ്റുഡൻസ്. ഓക്കെ, ബ്രോഡർ ടേം. ഏത് പ്രായക്കാരും വീട്ടിലിരിക്കുന്നവരും ലേണേഴ്സായി മാറാം. ഓക്കെ, പ്യൂപ്പിൾസ്, സ്കൂൾ ഷുഡ് പ്രൊവൈഡ് മോർ സപ്പോർട്ട് ഫോർ ദ പ്യൂപ്പിൾസ്. സ്കൂൾസിനും ഏജ് ചിൽഡ്രൻ, നോട്ട് യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റി ലെവൽ സ്റ്റുഡൻസിന് ഇത് ഉപയോഗിക്കരുത്. ഓക്കെ, ഇനി സ്കോളേഴ്സ്. യൂണിവേഴ്സിറ്റി പ്രൊവൈഡ്സ് ഫണ്ടിങ് ഫോർ ഇറ്റ്സ് പ്രോമിസിംഗ് സ്കോളേഴ്സ്, ഹയർ അച്ചീവിംഗ് അക്കാഡമിക് സ്റ്റുഡൻസ് അറ്റ് യൂണിവേഴ്സിറ്റി ലെവൽ. യൂണിവേഴ്സിറ്റി ലെവലിലെ സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ സ്കോളേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇത് നമുക്ക് വ്യക്തമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തതാണ് ഇംപ്രൂവ്, എൻഹാൻസ്മെൻറ്റ് സ്ട്രാറ്റജി. ഇപ്പോൾ ഈ ഒരു കോർ വേർഡ് ഫോർ സജസ്റ്റിംഗ് സൊല്യൂഷൻസ് പറയുന്ന സമയത്ത് നമുക്ക് ഈ ഇംപ്രൂവ് എന്ന വാക്ക് കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. പോസിറ്റീവ് ഡെവലപ്മെൻറ്റ് ഫോർ പ്രോബ്ലം സൊല്യൂഷൻ എസ്സേസിനും സൊല്യൂഷൻ പറയുന്നതിനും പോസിറ്റീവ് ഡെവലപ്മെൻറ്റ് പറയുന്നതിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒറിജിനൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഗവൺമെൻറ് മസ്റ്റ് ടേക്ക് സ്റ്റെപ്സ് ടു ഇംപ്രൂവ് എയർ ക്വാളിറ്റി. എൻഹാൻസ്ഡ് വേർഷൻ എങ്ങനെയാണ്? ഗവൺമെൻറ് മസ്റ്റ് ടേക്ക് സ്റ്റെപ്സ് ടു എൻഹാൻസ് എയർ ക്വാളിറ്റി, ഇൻറ്റൻസിഫൈ ഓർ ഇൻക്രീസ് ക്വാളിറ്റി. അപ്പോൾ നോക്കൂ, ആ വേർഡിൻ്റെ അർത്ഥം തന്നെ എൻഹാൻസ്ഡ് വേർഷൻ ആകുമ്പോൾ എൻഹാൻസ്, ഇൻറ്റൻസിഫൈ, കുറച്ചും കൂടി ഫോക്കസ്ഡ് ഇംപ്രൂവ്മെൻ്റ് ആണ്. അഡ്വാൻസ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുമ്പോൾ അമെലിയോറേറ്റ് എന്ന് പറയും. ഗവൺമെൻറ്റ്സ് മസ്റ്റ് ടേക്ക് സ്റ്റെപ്സ് ടു അമെലിയോറേറ്റ് ദ പ്രോബ്ലം ഓഫ് പുവർ എയർ ക്വാളിറ്റി, ഹൈ ലെവൽ ഫോർമുല. ബട്ട് ഇങ്ങനത്തെ വേർഡ്സ് ഞങ്ങൾ ബോംബാർഡഡ് വേർഡ്സ് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. ബട്ട് ഇൻ കേസ് യു ആർ സ്റ്റക്ക്, ഇങ്ങനത്തെ വേർഡ്സ് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. ബട്ട് അതിൻ്റെ സെൻറ്റൻസിൻ്റെ ഫോർമേഷനും എന്താ പറയുക സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റും കൂടി മനസ്സിലാക്കിയിട്ട് വേണം സെൻറ്റൻസസ് ആയിട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്യാൻ. ഇവിടെ നോക്കൂ, സ്പെല്ലിംഗ് മവാണി, മെനി സ്റ്റുഡൻസ് മിസ്സ്പെൽ, അങ്ങനത്തെ വേർഡ്സ് ഉപയോഗിക്കുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ വേർഡ് മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ മീനിങ് മാത്രം പഠിച്ചാൽ പോരാ, സ്പെല്ലിംഗ് കൂടി കൃത്യത വരണം. ചിലപ്പോൾ സ്ട്രെസ്സ് കൂടുമ്പോൾ എസ്സേയിൽ പ്രോബ്ലംസ് വരാം. ഇനി
ഇവിടെ നോക്കാം ഇഫക്റ്റീവ്. ഇഫക്റ്റീവ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇവിടെ യൂസ്ഡ് വെൻ പ്രപ്പോസിങ് സൊല്യൂഷൻ ഓർ ആർഗ്യുമെന്റ് എസ്സേസ് അല്ലെങ്കിൽ സൊല്യൂഷൻ പറയുന്ന എസ്സേയിൽ നമുക്ക് ഉപയോഗിക്കാം. സ്ട്രിക്റ്റ് പെനാൽറ്റീസ് ആർ എൻ എഫക്റ്റീവ് ഡിറ്ററൻറ്റ് ടു ക്രൈം. ഇഫക്റ്റീവ് എന്നാണ്, പ്രൊഡക്റ്റീവ് എന്ന് പറയാം, അല്ലെങ്കിൽ പോട്ടൻറ്റ് എന്ന് പറയാം. സ്ട്രിക്റ്റർ പെനാൽറ്റീസ് ആർ എ പ്രൊഡക്റ്റീവ് ഡിറ്ററൻറ്റ് ടു ക്രൈം സജസ്റ്റ് പ്രൊഡ്യൂസിങ് ഡിസൈർഡ് റിസൾട്ട്. ഉദ്ദേശിക്കുന്ന റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഈ പോട്ടൻറ്റ് എന്ന് പറയുമ്പോൾ സ്ട്രിക്റ്റ് പെനാൽറ്റീസ് ആർ എ പോട്ടൻറ്റ് ഡിറ്ററൻറ്റ് ടു ക്രൈം, വെരി പവർഫുൾ വേർഡ് സജസ്റ്റിംഗ് സ്ട്രോങ്ങർ ഇഫക്റ്റ്. അപ്പം ഇത് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇഫക്റ്റീവ് എന്ന് പറയേണ്ട സ്ഥാനത്ത് നമുക്ക് വേണമെങ്കിൽ പ്രൊഡക്റ്റീവ് എന്ന് പറയാം, പോട്ടൻറ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തതാണ് നെസസറി, അർജൻസി ഓർ ഇമ്പോർട്ടൻസ്. നെസസറി എന്ന വാക്ക് നമ്മൾ പലപ്പോഴും എസ്സേസിൽ ഉപയോഗിക്കാറുണ്ട്. അത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും വേർഡ്സ് കോമ്പിനേഷൻസ് നിങ്ങൾക്ക് പറയുന്നത്, അതിൻ്റെ യൂസേജസ് പറയുന്നത് ശ്രദ്ധിക്കണം. അതിൻ്റെ സ്ഥാനത്ത് എസെൻഷ്യൽ എന്ന് പറയാം. ഇറ്റ് ഇസ് എസെൻഷ്യൽ ഫോർ ഇൻഡിവിജ്വൽസ് ടു ടേക്ക് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി. അബ്സല്യൂട്ട്ലി റിക്വയർഡ്, ഫണ്ടമെൻ്റൽ ആണ്, റിക്വയർഡ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് അത് ഇല്ലാതെ പറ്റില്ല എന്നുള്ള ഉദ്ദേശിച്ചിട്ടാണ് എസെൻഷ്യൽ എന്ന് പറയുന്നത്. ഇംപെറേറ്റീവ്, ഇറ്റ് ഇസ് ഇംപെറേറ്റീവ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ടേക്ക് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി. ഇംപെറേറ്റീവ് കേട്ടിട്ടുണ്ട് സർ, ഇംപെറേറ്റീവ് കേട്ടിട്ടുണ്ട്, പക്ഷെ ഉപയോഗിക്കുന്ന രീതി തെറ്റാണ് എന്ന് മാത്രം. സ്ട്രോങ്ങർ, വെരി ഫോർമൽ, സജസ്റ്റിംഗ് അർജൻസി. അർജൻസി ആണ്, സ്ട്രോങ് ആണ്, ഡെപ്തിൽ പ്രൊഫൗണ്ട് ഇമ്പാക്റ്റ് ഉള്ള വേർഡാണ്, വെരി ഫോർമൽ. അപ്പോൾ ഈ വേർഡ്സ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഡിഫറെൻറ്റ്, വെറൈറ്റി ആൻഡ് കോൺട്രാസ്റ്റ്, കമ്പാരിസൺ സ്കിൽ, യൂസ് ഫോർ കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ്. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് നോക്കാം. ദർ ആർ ഡിഫറെൻറ്റ് അപ്രോച്ചസ് ടു സോൾവിങ് ദിസ് പ്രോബ്ലം. ഡിഫറെൻറ്റിൻ്റെ സ്ഥാനത്ത് വേരിയസ് എന്ന് പറയാം. ദർ ആർ വേരിയസ് അപ്രോച്ചസ് ടു സോൾവിങ് ദ പ്രോബ്ലം. കോമൺ ആൻഡ് ഇഫക്റ്റീവ്, വെരി കോമൺ വേർഡ് ആൻഡ് ഇഫക്റ്റീവ് വേർഡ് വേരിയസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡൈവേഴ്സ് എന്ന് പറയാം. ദർ ആർ ഡൈവേഴ്സ് അപ്രോച്ചസ് ടു സോൾവിങ് ദിസ് പ്രോബ്ലം, എംഫസൈസസ് വൈഡ് റേഞ്ച് ഓഫ് ഡിസ്റ്റിങ്ക്റ്റീവ് വേസ്. അപ്പോൾ നമ്മൾ ഡൈവേഴ്സ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റിങ്ക്റ്റീവ് പല വഴികളും ഉണ്ട് എന്നാണ് പറയുന്നത്. ദർ ആർ ഡൈവേഴ്സ് അപ്രോച്ചസ് ടു സോൾവിങ് ദിസ് പ്രോബ്ലം. അപ്പോൾ ഇത് മനസ്സിലായി. ഇനി വർക്ക്. വർക്ക് ഒരു നൗണാണ്, കരിയർ കോൺസെപ്റ്റ്. വർക്ക് എന്ന് പറയുമ്പോൾ വെർബായിട്ട്, അതുകൊണ്ടാണ് ഞാൻ ബ്രാക്കറ്റിലിട്ട നൗൺ, നോട്ട് വെർബ്. വെർബായിട്ട് ഉപയോഗിക്കാം. ഐ എം വർക്കിംഗ്, ഐ ഹാവ് വർക്ക്ഡ്, ഓക്കെ, ഐ ഗോ ഫോർ വർക്ക്. അപ്പോൾ ഇത് നൗണായിട്ടാണ് ഉപയോഗിക്കുന്നത്. നൗൺ, നാമം, ശ്രദ്ധിക്കണം. ആൻഡ് ഫോർ ദാറ്റ് എംപ്ലോയ്മെൻറ്റ്, ഫൈൻഡിങ് ഫുൾഫില്ലിംഗ് എംപ്ലോയ്മെൻറ്റ് ഇസ് എ മേജർ ഗോൾ. മോർ ഫോർമൽ അക്കാഡമിക് ടേം എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ. കരിയർ, ബിൽഡിംഗ് എ ഫുൾഫില്ലിംഗ് കരിയർ ഇസ് എ മേജർ ഗോൾ. എംപ്ലോയ്സ് ലോങ് ടേം പ്രൊഫഷണൽ ജേർണി. ഇന്നും ഇന്നലെയോ അവസാനിക്കുന്നതല്ല, ലോങ് ടേം പ്രൊഫഷണൽ ജേർണീനെ ഉദ്ദേശിക്കുന്നതാണ് വർക്ക് എന്ന്. ജോബ്സ് ക്യാൻ ബി ഷോർട്ട് ടേം, കരിയേഴ്സ് ആർ ലോങ് ടേം. ജോബ് ആണെങ്കിൽ ഷോർട്ട് ടേം, കരിയർ ആണെങ്കിൽ ലോങ് ടേം. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുമ്പോൾ നമ്മുടെ സ്കോർ കുറയുമെന്നും ഓർത്ത് വയ്ക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആണ് കമ്പനീസ്, ബിസിനസ് എൻറ്റിറ്റീസ്. അപ്പോൾ ബിസിനസ്, എക്കണോമി, ഗ്ലോബലൈസേഷൻ, മാർക്കറ്റിംഗ് ടോപ്പിക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ വേർഡ്സ് ഉപയോഗിക്കാം. കമ്പനീസ് ഹാവ് എ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതിൻ്റെ സ്ഥാനത്ത് കോർപ്പറേഷൻസ് ഉപയോഗിക്കാം. കോർപ്പറേഷൻസ് ഹാവ് എ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ലാർജർ കമ്പനീസിന് ഉപയോഗിക്കുന്നതാണ് കോർപ്പറേഷൻസ് എന്ന വാക്ക്. ഓക്കെ, നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷനോ അങ്ങനെയല്ല, അത് ഗവർണിംഗ് ബോഡീസാണ്, അത് വ്യത്യാസമുണ്ട്. ഇത് കോർപ്പറേഷൻ എന്ന് വെച്ചാൽ ബിസിനസ് എൻറ്റിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബിസിനസ്സസ് ഹാവ് എ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ജനറൽ ടേം ഫോർ എനി കമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ. ഫോർ എനി കമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ, ഏത് ചെറുതാണോ വലുതാണോ എന്നൊന്നുമില്ല, ഏത് കമേഴ്ഷ്യൽ ഓർഗനൈസേഷനും ബിസിനസ് എന്ന് പറയാം. ഓക്കെ, ഇനി ഇൻഡിവിജ്വൽ നൗൺ ആണ്, ഓർക്കണം കേട്ടോ. പേഴ്സണൽ ഫോക്കസ്, റൈറ്റ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ മസ്റ്റ് ബി ബാലൻസ്. ഇവിടെ അതിൻ്റെ സ്ഥാനത്ത് പേഴ്സൺ, ദ റൈറ്റ് ഓഫ് ഈച്ച് പേഴ്സൺ മസ്റ്റ് ബി ബാലൻസ്. സിംഗുലർ ഫോം ആണ്. വാച്ച് ഗ്രാമർ ശ്രദ്ധിക്കണം കേട്ടോ. പേഴ്സൺ എന്ന് പറയുമ്പോൾ അത് എ പേഴ്സൺ ആവരുത്, അതിൻ്റെ സ്ഥാനത്ത് ഫോർ ഈച്ച് പേഴ്സൺ മസ്റ്റ് ബി ബാലൻസ്. സിറ്റിസൺ, ദ റൈറ്റ്സ് ഓഫ് ദ സിറ്റിസൺ മസ്റ്റ് ബി ബാലൻസ്. എംഫസൈസസ് റോൾ വിതിൻ എ സൊസൈറ്റി. സിറ്റിസൺ എന്ന് പറയുമ്പോൾ ഒരു സൊസൈറ്റിയിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീനെ ഉദ്ദേശിച്ചിട്ടാണ് ഗ്രാമർ. നോട്ട്, പേ അറ്റൻഷൻ ടു സിംഗുലർ പ്ലൂറൽ വെൻ ചേഞ്ചിങ് സിനോണിംസ്. സിനോണിംസ് മാറ്റുമ്പോൾ നിങ്ങളുടെ ഗ്രാമർ ഒന്ന് ശ്രദ്ധിച്ച് പോകണം. അല്ലാതെ വരുമ്പോൾ നമ്മൾ വേർഡ് ഉപയോഗിക്കും, അതിൻ്റെ ഓൾട്ടർനേറ്റീവ് വേർഡ് ഉപയോഗിക്കും, ബട്ട് നമ്മൾ ഗ്രാമർ മിസ്റ്റേക്ക് കൊണ്ടുവരും. ഇനിയാണ് ഗ്ലോബൽ എന്ന വാക്ക് വേൾഡ് വൈഡ് പെർസ്പെക്റ്റീവ്, ഇൻ്റർനാഷണൽ സ്കോപ്പ്, ക്രൂഷ്യൽ ഫോർ ഈ ടോപ്പിക്സ് വരുമ്പോഴാണ് എൻവയൺമെൻറ്റ്, എക്കണോമി, കൾച്ചറൽ ടോപ്പിക്സ് വേൾഡ് വൈഡ് സ്കെയിലിൽ പറയുമ്പോൾ ഗ്ലോബൽ എന്ന് പറയാം. ക്ലൈമറ്റ് ചേഞ്ച് ഇസ് എ ഗ്ലോബൽ ഇഷ്യൂ. ക്ലൈമറ്റ് ചേഞ്ച് ഇസ് എ വേൾഡ് വൈഡ് ഇഷ്യൂ. ഡയറക്റ്റ് സിനോണിം, കൃത്യമായിട്ട് സ്പെസിഫിക്, വെരി ഷോർട്ട്.
ഇത് വേൾഡ് വൈഡ്. ഇൻ്റർനാഷണൽ ആണെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ഇസ് ആൻ ഇൻ്റർനാഷണൽ ഇഷ്യൂ ഇൻവോൾവിങ് 2 or more nations. ഇതായി. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് മോഡേൺ അല്ലെങ്കിൽ കോൺടെമ്പററി ടൈംസ്. ഫസ്റ്റ് ഇസ് മോഡേൺ ലൈഫ് സ്റ്റൈൽ ആർ ഓഫൺ മോർ സെഡൻറ്ററി. അപ്പോൾ ഇവിടെ നോക്കൂ, മോഡേൺ ലൈഫ് സ്റ്റൈൽ ആർ മോർ സെഡൻറ്ററി. സെഡൻറ്ററി എന്ന് വെച്ചാൽ നിശ്ചലമായത് അല്ലെങ്കിൽ അധികം വലിയൊരു ഡൈനമിക് നേച്ചർ അല്ലാത്തത്. ഓക്കെ, കോൺടെമ്പററി ലൈഫ് സ്റ്റൈൽ ആർ ഓഫൺ മോർ സെഡൻറ്ററി. മോഡേണിൻ്റെ സ്ഥാനത്ത് കോൺടെമ്പററി എന്ന് പറയാം. അല്ലെങ്കിൽ പ്രസൻറ്റ് ഡേ ലൈഫ് സ്റ്റൈൽ ആർ ഓഫൺ മോർ സെഡൻറ്ററി. ക്ലിയർ ആൻഡ് എഫക്റ്റീവ്. മോർ ഫോർമൽ ആണെങ്കിൽ കോൺടെമ്പററി പറയാം. ക്ലിയർ ആൻഡ് എഫക്റ്റീവ് വേ ഓഫ് കോമൺ എക്സ്പ്രഷൻ പ്രസൻറ്റ് ഡേ ലൈഫ് സ്റ്റൈൽ എന്ന് പറയാം. ഇനി മെനി ക്വാണ്ടിറ്റി പ്രിസിഷൻ അവോയ്ഡ്സ് റിപ്പിറ്റീഷൻ. ഇത് മെനി പല പ്രാവശ്യം ഉപയോഗിക്കാറുണ്ട്. വെരിയും കൂടെ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അത് ശ്രദ്ധിക്കണം കേട്ടോ. അത് ഞാൻ വൊക്കാബുലറിയുടെ ഒരു ക്ലാസ് ഞാൻ വീഡിയോ വരുമ്പോൾ എടുത്തു തരുന്നതായിരിക്കും. പക്ഷേ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം നമുക്ക്. വെരി കോമൺ ക്വാണ്ടിഫയർ മെനി എക്സ്പേർട്സ് ആർഗ്യൂ ദാറ്റ് ഓട്ടോമേഷൻ വിൽ ലീഡ് ടു ജോബ് ലോസസ്. numerous experts argue that automation will lead to job losses. A large number of experts argue that automation will lead to job loss. അപ്പോൾ numerous, a large number of instead of many. അപ്പോൾ ഇത് ഒന്ന് ശ്രദ്ധിച്ചു വെക്കാം. ഇനി ഹെൽപ്പ്, പ്രൊഫഷണൽ അസിസ്റ്റൻസ്. ഇവിടെ നോക്കുമ്പോൾ അറിയാം, സിമ്പിൾ ബട്ട് വെരി കോമൺ വേർഡ് ഹെൽപ്പ് എന്ന് പറയുമ്പോൾ വോളണ്ടറിങ് ക്യാൻ ഹെൽപ്പ് സ്റ്റുഡൻസ് ഡെവലപ്പ് റെസ്പോൺസിബിലിറ്റി. അതിൻ്റെ സ്ഥാനത്ത് അസിസ്റ്റ് എന്ന് ഉപയോഗിക്കാം. വോളണ്ടറിങ് ക്യാൻ അസിസ്റ്റ് സ്റ്റുഡൻസ് ഇൻ ഡെവലപ്പിംഗ് എ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. മോർ ഫോർമലിൻ്റെ ഒരു എന്താ പറയുക, ആ ആസ്പെക്റ്റ് ഉപയോഗിക്കുമ്പോൾ, ഈ സെൻറ്റൻസ് ഉപയോഗിക്കുമ്പോൾ തന്നെ ഫോർമാലിറ്റി കൂടി. സ്പീക്കിങ്ങിനേക്കാളും നല്ലത് റൈറ്റിംഗ് ആസ്പെക്റ്റുകളിൽ ഇങ്ങനെ മോർ ഫോർമൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. എയ്ഡ്, വോളണ്ടറിങ് ക്യാൻ എയ്ഡ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഹെൽപ്പിൻ്റെ സ്ഥാനത്ത് അസിസ്റ്റ് അല്ലെങ്കിൽ എയ്ഡ്. ഫോർമൽ ഓഫൺ യൂസ്ഡ് വിത്ത് ഇൻ. ഇവിടെ ശ്രദ്ധിക്കൂ, ഇൻ ഓർ ആസ് നൗൺ. എയ്ഡ് ഒരു നൗൺ ആയിട്ടോ അല്ലെങ്കിൽ ഇൻ ഇൻ്റെ വേർഡ് ഒരു പ്രൊപ്പോസിഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ പ്രൊവൈഡ്, ഇങ്ങനത്തെ വേർഡ്സ് നമ്മൾ സ്ട്രോങ് അക്കാഡമിക് വേർബ് ഫോർ ഗിവിങ്, സപ്ലൈങ്, മേക്കിംഗ് അവൈലബിൾ. സൊല്യൂഷൻ എസ്സേസ് അല്ലെങ്കിൽ സർവീസ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നതാണ്. ലൈബ്രറി പ്രൊവൈഡ്സ് ആക്സസ് ടു ഇൻഫർമേഷൻ. ഇവിടെ സപ്ലൈ, പ്രൊവൈഡിൻ്റെ സ്ഥാനത്ത് സപ്ലൈ അല്ലെങ്കിൽ ഓഫർ എന്ന് പറയാം. ലൈബ്രറി സപ്ലൈ ആക്സസ് ടു വാസ്റ്റ് റേഞ്ച് ഓഫ് ഇൻഫർമേഷൻ. പലപ്പോഴും നമ്മുടെ സ്റ്റുഡൻസിന് എന്താ പറ്റുന്നത് വെച്ചാൽ സപ്ലൈ എന്ന വാക്ക് കൂടുതലും കമ്പനീസിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സൈക്കിളിലാണെന്ന് വിചാരിച്ചിട്ടാണ്. ബട്ട് അത് വേറെ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഫുൾഫില്ലിങ് എ നീഡ്, ഒരു ആവശ്യം നമ്മൾ പരിഗണിച്ച് അത് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുമ്പോഴേ അത് സപ്ലൈ എന്ന് പറയാം. ഓഫർ, ലൈബ്രറീസ് ഓഫർ ആക്സസ് ടു വാസ്റ്റ് റേഞ്ച് ഓഫ് ഇൻഫർമേഷൻ. ലൈബ്രറീസിലും പറയാം. ഷോപ്സ് ഓഫർ അല്ലെങ്കിൽ എന്താ പറയുക, ഓൺലൈൻ വെബ്സൈറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഓൺലൈൻ വെബ്സൈറ്റ്സ് ഓഫർ ഹ്യൂജ് ഡിസ്കൗണ്ട് ഡ്യൂറിങ് ഫെസ്റ്റിവൽസ് എന്ന് പറയാം. അപ്പോൾ അവിടെയും പറയാം. ഇവിടെ ലൈബ്രറീസിലെ സർവീസിന് വേണമെങ്കിൽ പറയാൻ പറ്റും. ലൈബ്രറീസ് ഓഫർ ആക്സസ് ടു വൈഡ് റേഞ്ച് ഓഫ് ഇൻഫർമേഷൻ സജസ്റ്റ് മേക്കിംഗ് അവൈലബിൾ ഫോർ ആക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ. ഇനി ഇവിടെ നോക്കാം, ബിലീവ് സെൻറ്റൻസ് വേർഡ്. ഈ വേർഡ് പഠിക്കുമ്പോൾ എപ്പോഴും എൻ്റെ സ്പെല്ലിംഗ് കൂടി പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ബിലീവ്, IEVE. ഓക്കെ, പലപ്പോഴും സ്റ്റുഡൻസിന് EIIE ആണോ എന്നുള്ളൊരു രീതി മനസ്സിലാവാറില്ല. ബിലീഫ് ഒരു നൗണാണ്, ബിലീവ് ഒരു വേർബാണ്. ബിലീഫ് നൗണാണ്. ഓക്കെ, വിശ്വാസം. ഓക്കെ, വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അത് വേർബായി. ഐ ബിലീവ് ദാറ്റ് സെൻസർഷിപ്പ് ഇസ് സംടൈംസ് ജസ്റ്റിഫൈഡ്. I would argue that censorship. കണ്ടോ, ഇവിടെ ഇത് I would argue that censorship in the media is sometimes justified. Stronger suggests reasons and evidence. എവിഡൻസും റീസൺസും പറയാൻ വേണ്ടി, കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് ആർഗ്യൂ എന്ന് പറയുന്നത്. സം കോണ്ടെന്റ്, ഇവിടെ കോണ്ടെന്റ് എന്നല്ല കോണ്ടെന്റ് എന്നാണ് സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. കോണ്ടെന്റ് ദാറ്റ് സെൻസർഷിപ്പ് ഇൻ ദ മീഡിയ ഇസ് സംതിങ് ജസ്റ്റിഫൈഡ്. മോർ ഫോർമൽ ഫോർ പുട്ടിംഗ് ഫോർവേഡ് ആർഗ്യുമെന്റ്സ്. അപ്പോൾ ഇത് മനസ്സിലായി. ഇനി ക്രിയേറ്റ്, generations and establishment, powerful action. ഇവിടെ നമുക്ക് നോക്കാം. the government should create more jobs. അതിൻ്റെ സ്ഥാനത്ത് ജനറേറ്റ് എന്ന് പറയാം അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് എന്ന് പറയാം. ഗവൺമെൻറ് ഷുഡ് ഇംപ്ലിമെൻറ്റ് പോളിസീസ് ടു ജനറേറ്റ് മോർ ജോബ്സിന്, റവന്യൂസിന്, ഇലക്ട്രിസിറ്റിക്ക് പറയാം. എസ്റ്റാബ്ലിഷ് എന്ന് പറയാം. ഗവൺമെൻറ് ഷുഡ് എസ്റ്റാബ്ലിഷ് a program to create more jobs. Implies setting up for firm and long term basis. ലോങ് ടേം ബേസിസിൽ എന്ത് പറയുന്നതും അല്ലെങ്കിൽ ഫേം കമ്പനികൾക്ക് പറയുന്നതും നമുക്ക് വേണമെങ്കിൽ ഗവൺമെൻറ് ഷുഡ് എസ്റ്റാബ്ലിഷ് എ പ്രോഗ്രാം ടു ക്രിയേറ്റ് മോർ ജോബ്സ്. അപ്പോൾ ഇവിടെ ഫേം ലോങ് ടേം ബേസിസ്, ഫേംസ് എന്നല്ല
ഫേം ഉറച്ചത് അല്ലെങ്കിൽ ലോങ് ടേം ബേസിസിലാവാം. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം എഡ്യൂക്കേഷൻ വീണ്ടും ഒരു വാക്ക് നമ്മൾ പലപ്പോഴും റിപ്പിറ്റേറ്റീവ് ഇൻ നേച്ചർ ഉപയോഗിക്കുന്നതാണ്. ഇത് കോർ IELTS ടോപ്പിക്കിൽ ഒന്നാണ്. റിപ്പീറ്റേഷൻ വരാൻ സാധ്യതയുണ്ട്. ആക്സസ് ടു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇസ് ക്രൂഷ്യൽ. അതിൻ്റെ സ്ഥാനത്ത് സ്കൂളിംഗ് എന്ന് ഉപയോഗിക്കാം. ആക്സസ് ടു ക്വാളിറ്റി സ്കൂളിംഗ് ഇസ് ക്രൂഷ്യൽ ഫോർ എ നേഷൻസ് പ്രോഗ്രസ്. സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കണം കേട്ടോ. റെഫേഴ്സ് മോർ സ്പെസിഫിക്കലി ടു സ്കൂൾ ഇൻസ്ട്രക്ഷൻ. ഇനി ഇവിടെ ലേണിംഗ് ആണെങ്കിൽ ലൈഫ് ലോങ് ലേണിംഗ് ഇസ് ക്രൂഷ്യൽ for personal and professional development. Broader concept includes self-study and experience. ഒന്ന് മനസ്സിലാക്കി മനസ്സിരുത്തി ഈ വേർഡ്സ് ഒന്ന് പഠിച്ചാൽ no one can block you to get a good score. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഹെൽത്ത് വീണ്ടും വളരെയധികം വെരി കോമൺ ടോപ്പിക് ഇൻ IELTS. ഇത് എക്സ്ട്രീംലി കോമൺ ടോപ്പിക്. എഡ്യൂക്കേഷൻ പോലെ തന്നെയാണ് വെൽനസ് കോൺസെപ്റ്റ്. ഡയറ്റ് ഹാസ് എ ഡയറക്റ്റ് ഇമ്പാക്ട് ഓൺ ഹെൽത്ത്. അതിൻ്റെ സ്ഥാനത്ത് വെൽബീയിങ് എന്ന് പറയാം, ഫിസിക്കൽ കണ്ടീഷൻ എന്ന് പറയാം. ആൻഡ് ഇൻഡിവിജ്വൽ ഡയറ്റ് ഹാസ് എ ഡയറക്റ്റ് ഇമ്പാക്ട് ഓൺ ദ വെൽബീയിങ് ആൻഡ് ഇൻഡിവിജ്വൽ ഡയറ്റ് ഹാസ് എ ഡയറക്റ്റ് ഇമ്പാക്ട് ഓൺ ഫിസിക്കൽ കണ്ടീഷൻ. ഇവിടെ ഫാമിലി വെരി കോമൺ ടോപ്പിക്. സൊസൈറ്റി, ട്രഡീഷൻ, ചൈൽഡ് ഡെവലപ്മെൻറ്റ് അങ്ങനത്തെ ടോപ്പിക്സ് വളരെയധികം കാണപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. ആവറേജ് ഫാമിലി നൗ കണ്ടെയ്ൻസ് ഫ്യൂവർ പീപ്പിൾ. ദ ആവറേജ് ഹൗസ് ഹോൾഡ് നൗ കണ്ടെയ്ൻസ് ഫ്യൂവർ പീപ്പിൾ. The domestic unit has changed significantly over the last 50 years. ഇവിടെ നോക്കൂ, ഡൊമസ്റ്റിക് യൂണിറ്റ് ഹൗസ് ഹോൾഡ് ഫാമിലിയുടെ സ്ഥാനത്ത് ഉപയോഗിച്ചേക്കുന്നത്. ഒന്ന് കൃത്യമായി ഒന്ന് മനസ്സിലാക്കിയേ, യു വിൽ ഗെറ്റ് ദ സ്കോർ. ടീച്ചേഴ്സ്, എഡ്യൂക്കേഷണൽ പ്രൊഫഷൻസ്, ട്യൂട്ടേഴ്സ്, ഇൻസ്ട്രക്ടേഴ്സ് ഹാവ് സ്പെസിഫിക് മീനിങ്. ശ്രദ്ധിക്കണം, ട്യൂട്ടേഴ്സും ഇൻസ്ട്രക്ടർ ഹാവ് സ്പെസിഫിക് മീനിങ്. അവിടെയാണ് നമുക്ക് തെറ്റുന്നത്. ഗുഡ് ടീച്ചേഴ്സ് ആർ എസെൻഷ്യൽ ഫോർ പോസിറ്റീവ് ലേണിംഗ്. അതിൻ്റെ സ്ഥാനത്ത് എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറയാം. എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ബ്രോഡർ കോൺസെപ്റ്റാണ്, ജനറൽ കോൺസെപ്റ്റാണ്, നോട്ട് സ്പെസിഫിക്. അപ്പോൾ ഗുഡ് എഡ്യൂക്കേറ്റേഴ്സ് ആർ എസെൻഷ്യൽ ഫോർ എ പോസിറ്റീവ് ലേണിംഗ് എൻവയൺമെൻറ്റ്. ഇനി ട്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ട്യൂട്ടേഴ്സ് ആവാം, അല്ലെങ്കിൽ സ്മോൾ ഗ്രൂപ്പ് ട്യൂട്ടേഴ്സ് ആവാം, അല്ലെങ്കിൽ ചെറിയ സ്കൂളുകളിൽ ഔട്ട്സൈഡ് സ്കൂളിൽ ട്യൂഷൻസ് ഒക്കെ നടത്തുന്ന അവർക്ക് ട്യൂട്ടേഴ്സ് എന്ന് പറയാം. ഇൻസ്ട്രക്ടർ, ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ മസ്റ്റ് ബി പേഷ്യൻ്റ് ആൻഡ് ക്ലിയർ. ടീച്ചേഴ്സ് പ്രാക്ടിക്കൽ സ്കിൽ പഠിപ്പിക്കുന്നവരെയാണ് ഇൻസ്ട്രക്ടേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒന്ന് എഡ്യൂക്കേറ്റേഴ്സ്, ട്യൂട്ടേഴ്സ്, ഇൻസ്ട്രക്ടേഴ്സ് വ്യത്യാസം മനസ്സിലാക്കി വയ്ക്കുക, അതിനനുസരിച്ച് അത് ഉപയോഗിക്കുക. ഇനി അഡൽട്സ്, മെച്യൂർ ഡെമോഗ്രാഫിക്സ്. ശ്രദ്ധിക്കുക, മെച്യൂർ ഡെമോഗ്രാഫിക്സ് ആണ് grown-ups. Many grown-ups are now returning to university, slightly less formal but acceptable. ഇത് ശ്രദ്ധിക്കണം. And some examiners prefer avoiding this in task 2. അപ്പോൾ grown-ups അധികം നമ്മൾ ഉപയോഗിക്കേണ്ട, ബട്ട് grown-ups നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം, ഈ ആസ്പെക്റ്റിൽ ഉപയോഗിക്കാമെന്ന് മാത്രം. ഓവർ യൂസേജ് ക്യാൻ ഈവൻ ഹിൻഡർ യുവർ ഗുഡ് സ്കോർ. അപ്പോൾ grown-ups ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് ഒരു ഉപയോഗിക്കേണ്ട വാക്കാണ്. ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് മാത്രം കരുതി വയ്ക്കാം. മെച്യൂർ ഇൻഡിവിജ്വൽസ് ഓഫൺ ഹാവ് ഡിഫറെൻറ്റ് ലേണിംഗ് നീഡ്സ്, ഫോർമൽ ആൻഡ് റെസ്പെക്ട്ഫുൾ. ഓക്കെ, ഇനി സോഷ്യൽ കണ്ടോ, കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ്. അപ്പോൾ ഇവിടെ നോക്കാം, ദ സോഷ്യൽ മീഡിയ ഹാസ് ഇമ്പാക്റ്റഡ് ഇൻട്രാക്ഷൻ. അപ്പോൾ ഇവിടെ ദ റൈസ് ഓഫ് സോഷ്യൽ മീഡിയ ഹാസ് ഇമ്പാക്റ്റഡ് കമ്മ്യൂണൽ ഇൻട്രാക്ഷൻ. കണ്ടോ, ഇൻട്രാക്ഷൻ കമ്മ്യൂണൽ വിതിൻ ദ സൊസൈറ്റി. ഇനി അടുത്തത് societal norms have changed dramatically in recent decades. Very formal, relating to society as a whole. His behavior in a public setting was unacceptable. People in general. അപ്പോൾ ഇത് നമുക്ക് വ്യക്തമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി പബ്ലിക് എന്നാണ് വാക്ക്. പീപ്പിൾ പോലെ തന്നെ പബ്ലിക് എന്നുള്ളൊരു വാക്ക് നമ്മൾ കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. ഇത് വേർഡ് നമുക്ക് ഇവിടെ നോക്കാം, ഓൾട്ടർനേറ്റീവ്സ് നോക്കാം, സെൻറ്റൻസിലേക്ക് ഇറക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സ്റ്റേറ്റ് റൺ ട്രാൻസ്പോർട്ട് ഇസ് എസെൻഷ്യൽ. സ്റ്റേറ്റ് റൺ പബ്ലിക് ട്രാൻസ്പോർട്ട്, ഇത് പബ്ലിക് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ പബ്ലിക് റോഡ്സ് അല്ലെങ്കിൽ പബ്ലിക് യൂസേജസ് എന്ന് പറയുന്നത് ആഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾക്കാണ് നമ്മൾ ഈ പബ്ലിക്കിന് പകരം എന്ത് ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, പബ്ലിക് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സ്റ്റേറ്റ് റൺ ട്രാൻസ്പോർട്ട് ഈസ് എസെൻഷ്യൽ. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ സ്ഥാനത്ത് സ്റ്റേറ്റ് റൺ ട്രാൻസ്പോർട്ട്. സിവിക് ഡ്യൂട്ടി ഇൻക്ലൂഡ്സ് വോട്ടിംഗ് ആൻഡ് റെസ്പെക്ടിങ് ദ ലോ. ഇത് സിറ്റി, ടൗൺ, സ്റ്റേറ്റിനോട് അനുബന്ധിച്ചിട്ടാണ് ആൻഡ് സിറ്റിസൺ ഡ്യൂട്ടീസിലാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി. പബ്ലിക് എന്ന വാക്ക് ശ്രദ്ധിക്കണം. കമ്മ്യൂണിറ്റി, ദ കമ്മ്യൂണിറ്റി സ്വിമ്മിംഗ് പൂൾ ഇസ് ഓപ്പൺ ടു എവ്രി വൺ, സെർവ്സ് ലോക്കൽ കമ്മ്യൂണിറ്റി. ലോക്കൽ കമ്മ്യൂണിറ്റിയുടെ കാര്യത്തിലാണ് നമ്മൾ ഈ ആസ്പെക്റ്റുകൾ പറയുന്നത് കേട്ടോ. സോ ദാറ്റ് ഷുഡ് ബി
ടേക്കൺ കെയർ ഓഫ്. അപ്പോൾ ഇതുപോലത്തെ വേർഡ്സ് നമ്മളൊന്ന് ഓർത്ത് വെച്ചാൽ ദാറ്റ് ബ്രിങ്സ് ക്ലാരിറ്റി ടു മോസ്റ്റ് ഓഫ് യുവർ വേർഡ്സ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു ഇംപ്ലിമെൻറ്റ് ദീസ് വേർഡ് ഇൻ ദ ബെസ്റ്റ് പോസിബിൾ വേ. ഇതുപോലത്തെ വീഡിയോസിന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.